നമ്മുടെ മഴ തോരും മുൻപേ സീരിയലിൻ്റെ നാളത്തെ ഒരു പ്രൊമോ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കണ്ടായിരുന്നു അല്ലേ, നമ്മുടെ പാവ അലീനേനെ വൈജ നേരം വെളുക്കും മുമ്പേ തന്നെ റൂമിൽ ചെന്ന് തട്ടി വിളിക്കുകയാണ്. എങ്ങനെ അവളെ ഇറക്കണം? വൈജ ഉറങ്ങിയിട്ടില്ല. ഇന്ന് അലീനേനെ പറഞ്ഞ് വിട്ടിട്ടേ വൈജയ്ക്ക് ഉറക്കമുള്ളൂ. അങ്ങനെ ചെന്ന് തുറന്ന് അലീന ബാഗൊക്കെ റെഡിയാക്കി നിൽക്കണം. എന്നിട്ട് മാഡത്തിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, മാഡം ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്, ഉച്ചത്തെ ഭക്ഷണമൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, നിന്നോട് ആരെങ്കിലും പറഞ്ഞോടി ചെയ്യാൻ? അപ്പോൾ ഞാൻ ചെയ്തു എന്നേ ഉള്ളൂ, ആരും പറഞ്ഞില്ല എന്നിങ്ങനെ അലീന പറഞ്ഞു. അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ ആരടുത്തും പറയാനും പിടിക്കാനൊന്നും നിൽക്കണ്ട, വേഗം ബാഗ് എന്താണെന്ന് വെച്ചാൽ എടുക്കാനുള്ളത് എടുത്ത് നീ അങ്ങോട്ട് ഇറങ്ങിക്കോളൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. പാവം നമ്മുടെ അലീന മുത്തശ്ശിയുടെ നേരെ നോക്കണം. എന്നിട്ട് മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞ് സങ്കടത്തോടു കൂടി വിതുമ്പിക്കൊണ്ട് ആ പാവം അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് തയ്യാറാവുകയാണ്. അങ്ങനെ ഒരു ബാഗും ഒരു ഹാൻഡ് ബാഗും ഒരു കിറ്റും ഉണ്ട് കേട്ടോ, ഇതൊക്കെ എടുത്ത് ഇറങ്ങി. അപ്പോൾ വൈജ നേരെ ചെന്ന് കുണുകുണാന്ന് പോവാണ്. ഫ്രണ്ടിൽ ചെന്ന് ഡോറ് തുറന്ന് എങ്ങനെയെങ്കിലും ഈ സാധനത്തിന് അങ്ങ് ഇറക്കണം എന്ന മട്ടിൽ പാവം അതിൻ്റെ പുറകെ നമ്മുടെ അലീനയും പോവാണ്. മറ്റാരടുത്തും യാത്ര പറയാൻ നിന്നില്ല. ചെന്ന് ഡോർ അങ്ങോട്ട് തുറക്കാൻ നോക്കണം, ഡോർ ആരും പൂട്ടിയിരിക്കുകയാണ്. അപ്പം ഫ്രണ്ടും പൂട്ടിയിരിക്കണു, ബാക്കിൽ ചെന്നപ്പോൾ ബാക്കും പൂട്ടിക്കുന്നു. സത്യം പറയടി, ഇതിൻ്റെ ഒരു പേര് ബാലേന്ദ്രനേ ഉള്ളൂ. ഇവിടെ ഇന്നലെ രാത്രിയും ഈ താക്കോലുണ്ടായിരുന്നു. സത്യം പറഞ്ഞു, നീ ഈ താക്കോലെടുത്ത് മാറ്റിയതല്ലേ പോവാതിരിക്കാൻ? അപ്പോൾ അലീന ചോദിച്ചു, മാഡത്തിന് എന്താ പ്രാന്താണോ? എനിക്ക് എന്നെ ബുദ്ധിയില്ലേ? ഇത് പൂട്ടിയിട്ടെന്ന് പറഞ്ഞ് എനിക്കിവിടെ താമസിക്കാൻ പറ്റുമോ? മാഡം എന്തൊക്കെയാണ് ചോദിക്കുന്നത്? അപ്പോൾ വൈജ ചിന്തിക്കുകയാണ്, ഇത് മിക്കവാറും ആ ബാലചന്ദ്രൻ തന്നെ ചെയ്തതാണ്. കാരണം അലീനയെ പറഞ്ഞ് വിടാതിരിക്കാൻ വേണ്ടിയിട്ട് സൂത്രത്തിൽ ചെയ്ത പണിയാണ് അങ്ങേര്. എന്നിട്ട് അലീനനെ നേരെ ഉന്തി തള്ളി വിടുകയാണ്, മേളിൽ പോയി നീ ചോദിച്ചിട്ട് വന്ന്. അലീന പറഞ്ഞു, ഇല്ല മാഡം, ഞാൻ പോകത്തില്ല, ഞാൻ പോയി ചോദിച്ചാൽ പിന്നെ എൻ്റെ യാത്ര നടക്കില്ല, അതുകൊണ്ട് മാഡം പോയി ചോദിക്കുക. അവസാനം എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് നമ്മുടെ വൈജ വിളിക്കുകയാണ് നമ്മുടെ രാജീവിനെ കൊല്ലപ്പള്ളിയിലോട്ട്. അപ്പോൾ രാജീവ് രാവിലെ എഴുന്നേറ്റ് മനു പത്രമൊക്കെ എടുത്തുകൊണ്ട് വന്ന് ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ മനുവിനും ചായ കമല കൊണ്ടുവന്ന് കുടിക്കുന്നു. രണ്ടുപേരും കൂടെ അങ്ങനെ ചായയൊക്കെ കുടിച്ചുകൊണ്ട് നിൽക്കണം. ആ ടൈമിലാണ് നമ്മുടെ വൈജയന്തി വിളിക്കുന്ന ആങ്ങളേനെ, കൊലകൊമ്പൻ ആങ്ങളേനെ. അപ്പോൾ വിളിച്ചപ്പോൾ എന്തായി കാര്യങ്ങളൊക്കെ? കാര്യങ്ങളൊന്നും കുഴപ്പമില്ല, അവൾ പോകാനായിട്ട് തയ്യാറായി, പക്ഷേ പ്രശ്നം അതൊന്നും അല്ല രാജീവേ. അപ്പോൾ ചോദിച്ചു, എന്താടി? അപ്പോൾ പറയുന്നുണ്ട് നമ്മുടെ വൈജ മാഡം, അതെ, കതവ് പൂട്ടിയിരിക്കുകയാണ് അകത്തുനിന്ന്, ഫ്രണ്ടും പൂട്ടി ബാക്കും പൂട്ടി, ഇപ്പം പുറത്തേക്ക് കടക്കാൻ വഴിയില്ല. അതെന്താ നീ പറയണം? അതാരാ? ബാലേന്ദ്രൻ അലീനെ പറഞ്ഞു വിടാതിരിക്കാൻ വേണ്ടിയിട്ട് സൂത്രത്തെ അടുത്ത നമ്പർ ഇറക്കിയിരിക്കുന്നത്. നീയേ അവളെ വിട്ട് തന്നെ പോയി ചോദിപ്പിച്ച് ആ ബാലേന്ദ്രൻ്റെ അടുത്ത് താക്കോല് തരാൻ പറയുമെന്ന് പറഞ്ഞ് അലീനേനെ തന്നെ വിടാൻ. ശരി, നോക്കട്ടെ, നീ വിട്ട് അവളെ പോയിട്ടും താക്കോല് കിട്ടിയില്ലെങ്കിൽ എന്നെ വിളിക്കാൻ വേണ്ടി രാജീവ് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മളെ വൈജ മേഡം വരെയാണ്. വന്നിട്ട് നേരെ അലീന ഹാളിൽ ബാഗൊക്കെ ആയിട്ട് കതവ് തുറക്കുകയാണെങ്കിൽ ഞാൻ പൊക്കോളാമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ വൈജ മേഡം പറയുന്നുണ്ട്, അതെ, നീ ബാലേന്ദ്രൻ്റെ അടുത്ത് പോയി താക്കോല് മേടിച്ചിട്ടോ. അലീന കുറേ വിസമ്മതിച്ച്, ഞാൻ പോകണില്ല മേഡം, നിൻ്റെ അടുത്ത് പോകാനാണ് പറഞ്ഞത്, നീ വലിയ യാത്ര പറച്ചിലൊന്നും നിൽക്കണ്ട, താക്കോല് തരാൻ പറയാം, അത് മേടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരിക. അങ്ങനെ പാവം നമ്മുടെ അലീന മേളിൽ കയറി ചെല്ലുകയാണ്. ഇപ്പോൾ ചെന്നപ്പം നമ്മുടെ ബാലേന്ദ്രൻ ഫ്രഷൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഡോറിൽ തട്ടി, അപ്പോൾ യെസ് കമ്മിങ് പറഞ്ഞു. അപ്പോൾ അലീന അകത്തോട്ട് കയറുകയാണ് കേട്ടോ. പാവം വിതുമ്പിയാണ് പോകുന്നത്, പേടിച്ച്. കാര്യം ചെന്ന് കഴിഞ്ഞാൽ ബാലേന്ദ്രൻ വിടാണ്ട് എന്തെങ്കിലും ന്യായങ്ങളൊക്കെ പറയും എന്നൊരു മട്ടിലാണ് അത് പേടിച്ച് അലീന പോണത്. അങ്ങനെ ബാലേന്ദ്രൻ പറഞ്ഞു, എന്താണ് രാവിലെ ഞാൻ വിളിച്ചില്ലല്ലോ നിന്നെ? അല്ല സാർ, ഞാൻ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ആര് പറഞ്ഞു? നിന്നെ ഇവിടെ ഞാനാണല്ലേ നിർത്തിയിരിക്കണത്, ആര് പറഞ്ഞു നിൻ്റെ അടുത്ത് പോകാൻ? ഇവിടെ മാഡത്തിന് വേണ്ട, മക്കൾക്ക്, അതായത് നമ്മുടെ കൃഷ്ണജയ്ക്കോ ബബിതയ്ക്കോ അവർക്കാർക്കും എന്നെ വേണ്ട, ഇപ്പം മുത്തശ്ശിക്ക് പോലും വേണ്ട, എനിക്ക് വേണം നിന്നെ. എൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നിർത്തിയിരിക്കുന്ന ആളാണ് നീ ഇവിടെ എൻ്റെ കൂടെ തന്നെ എൻ്റെ പെറ്റായിട്ട് എനിക്കിവിടെ വേണം. നിന്നോട് ആരാ പറഞ്ഞ? ശരിയാവില്ല മേഡം. എന്നിട്ട് അലീന പാവം കേട്ടോ തൊഴുതുകൊണ്ട് പറയണത്, സാറേ, എന്നെ ഇതിൻ്റെ ഇടയിലിട്ട് എന്നെ ഒരുപാട് നിങ്ങൾ ഇതിൽ കൂടുതൽ എന്നെ ശിക്ഷ തരല്ലേ എന്ന് പറയുന്നുണ്ട്. നിനക്ക് ഇവിടെ നിന്ന് പോകണോ അലീന എന്ന് നമ്മുടെ ബാലേന്ദ്രൻ ചോദിക്കണം. എനിക്ക് പോകണം, ഞാൻ ഇവിടെ നിന്നാൽ പറ്റില്ല, എനിക്ക് മനുവേട്ടൻ പോലും എന്നോട് പറയുന്നുണ്ട് സാറേ പോകണമെന്ന്. അവരാരും അല്ല നിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത് അവരാരും അല്ല. നിനക്ക് അങ്ങനെ എല്ലാം കൈയൊഴിഞ്ഞ് പോകാൻ പറ്റുമോ അലീന എന്ന് ബാലേന്ദ്രൻ മുഖത്ത് നോക്കി ചോദിക്കുന്നത്. പറ്റും സാറേ, ഞാനൊന്ന് മാറി നിന്ന് നോക്കട്ടെ. നീ ഇവിടെ നിന്ന് പോയെന്ന് കരുതി ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും മാറാൻ പോകുന്നില്ല അലീന, ചിലപ്പോൾ മാറിയാലോ സാർ, ഞാനൊന്ന് മാറി നിന്ന് നോക്കട്ടെ. ഞാൻ കാരണം ഇവിടെ ആവശ്യത്തിൽ കൂടുതൽ എൻ്റെ പേര് പറഞ്ഞ ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് സാറേ എന്നെ നിർബന്ധിക്കില്ല സാറേ, ഞാൻ പൊക്കോട്ടെ, കാല് പിടിക്കാം, ഞാൻ പൊക്കോട്ടെ, കരഞ്ഞ്
വിതുമ്പിക്കൊണ്ടാണ് അലീന ചോദിക്കുന്നത്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നിനക്ക് നീ ഇവിടെ നിൻ്റെ ഒരു കുടുംബം പോലെ അല്ലെങ്കിൽ നിൻ്റെ സ്വന്തം വീട് പോലെ അങ്ങനെയൊക്കെയല്ലേ അലീന നോക്കിയിരുന്നത്. എന്നെ ഇട്ടിച്ച് അല്ലെങ്കിൽ ഇവരെയൊക്കെ ഇട്ടിട്ട് നിനക്ക് പോകാൻ പറ്റുമോ? പക്ഷേ സാഹചര്യങ്ങൾ എനിക്ക് പോയേ പറ്റുള്ളൂ സാറേ. ഇതിൻ്റെ ഇടയിൽ നിന്ന് എങ്ങനെയെങ്കിലും സാർ എന്നെ രക്ഷപ്പെടുത്തണം, ഞാനൊന്ന് പൊക്കോട്ടെ സാറേ എന്ന് പറഞ്ഞിട്ട് അലീന ഒരുപാട് അപേക്ഷിക്കുന്നുണ്ട്. ശരി ആയിക്കോട്ടെ, നീ പൊക്കോ, ഞാൻ നിനക്ക് താക്കോല് തരാം. എന്നിട്ട് ടേബിളിൻ്റെ പുറത്തിരുന്ന താക്കോലെടുത്ത് കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇതിൽ മുൻവശത്തെ ഡോറിലെ താക്കോലുണ്ട്, പുറകുവശത്തുണ്ട്, ഏത് വഴിയാണെങ്കിലും നിനക്ക് പോകാം. പാവം ഉള്ളു ഭയന്ന് അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്തതോട്, കാരണം സ്വന്തം അമ്മയും അച്ഛനും കുടുംബവും പോലെയാണ് അലീന, സ്വന്തം അമ്മയല്ലേ. അപ്പോൾ അവരെയൊക്കെ വിട്ടിട്ട് പോകേണ്ടി വന്നു എന്നുള്ളത് ഓർത്ത് അലീന ആ താക്കോൽ എടുക്കണ്ടേ എന്നുള്ള മട്ടിൽ ഇങ്ങനെ കുറേ നേരം വിതുമ്പി ഞെട്ടലോടെ നിന്നു കേട്ടോ. എന്നിട്ട് പാവം താക്കോലെടുത്തിട്ട് ഞാൻ പൊക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ബാലേന്ദ്രൻ തലയാട്ടി കേട്ടോ, ഞാൻ ശരി എന്നുള്ള രീതിയിൽ. എന്നിട്ട് അലീന തിരിഞ്ഞ് അവിടെ നിന്ന് ആ റൂമിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങാൻ വേണ്ടി പറഞ്ഞതും ബാലചന്ദ്രൻ്റെ ഫോണിൽ ഒരു റെക്കോർഡിംഗ് പ്ലേ ചെയ്യുകയാണ്. അപ്പോൾ അതിൽ പറയുന്നത് നമ്മുടെ രേവതിക്കുട്ടിയും നമ്മുടെ അലീനയും കൂടെ ബാലചന്ദ്രൻ ഹോസ്പിറ്റലിലായിരുന്നപ്പോൾ സംസാരിച്ച കാര്യങ്ങളാണ്. അതായത്, ഞാൻ ബാലചന്ദ്രൻ സാറ് വന്നാൽ അപ്പം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങും മോളെ, കാര്യം മേഡം ഇന്ന് രാവിലെ എന്നെ വിളിച്ചിട്ട് പറയുകയാണ്. ഇത് അവർ തമ്മിലുള്ള ഒരു കോള് റെക്കോർഡിംഗ് ആണ് ബാലചന്ദ്രൻ പ്ലേ ചെയ്തിരിക്കുന്നത്. ആരാ? നമ്മുടെ രേവതിയും നമ്മുടെ അലീനയും. അപ്പോൾ സാറ് വന്നതിന് ശേഷം സാറിനെ കണ്ടിട്ട് ഞാൻ പോവാം എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ രേവതിക്കുട്ടി പറയണം, എന്ത് ദുഷ്ട സ്ത്രീയാ. അപ്പോൾ പറയുന്നുണ്ട്, എന്തായാലും എൻ്റെ അമ്മയല്ലേ എടി എന്നിങ്ങനെ പറയുന്നുണ്ട് അലീന. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, അവിടെ നിറങ്ങുകയാണെങ്കിൽ ചേച്ചി ആ സ്ത്രീനെ പിടിച്ചങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് പറയണം, സ്ത്രീയെ 10-22 വർഷങ്ങൾക്ക് മുന്നേ നിങ്ങൾ പെറ്റ് തള്ളിയ ഒരു അനാദിയായിട്ടുള്ളൊരു മോളാണ് ഞാനെന്നും എന്നുള്ള കാര്യം പറയണമെന്ന്. അപ്പോൾ ഇതൊക്കെ അലീനയും രേവതിക്കുട്ടിയും ഫോണിൽ സംസാരിച്ച അവരുടേതായിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങളാണ്. പക്ഷേ ഇതെല്ലാം നമ്മുടെ ബാലചന്ദ്രൻ അന്ന് മുത്തശ്ശിയുടെ ഫോണിൽ നിന്നും റെക്കോർഡെല്ലാം ഇങ്ങോട്ടേക്ക് സെൻഡ് ചെയ്തെടുത്തതാണ് സംഭവം. ഇത് കേട്ട അലീന അങ്ങോട്ട് മരിച്ചു എന്ന് തന്നെ പറയാം. ആ രീതിയിൽ അങ്ങോട്ട് ഞെട്ടിത്തെറിക്കുക കേട്ടോ. എന്ത് ചെയ്യണമെന്നറിയില്ല, ചങ്ക് പൊട്ടും കണക്ക് അങ്ങ് വിമ്മി പൊട്ടിക്കരയാട്ടോ. ആ പാവത്തിന് എന്ത് ചെയ്യണമെന്നറിയില്ല. ആ സീന് കണ്ട നമ്മൾ അമ്മാതിരി അത്രയ്ക്ക് ചങ്ക് പൊട്ടി അത് അവിടെ ഇരുന്ന് പോയി. എന്നിട്ട് സാറിൻ്റെ കാലിൽ ചെന്ന്, ബാലേന്ദ്രൻ്റെ കാലിൽ ചെന്ന് പിടിക്കുകയാണ്. സാറ് ഞാൻ എന്ത് ചെയ്യണം സാറേ. അപ്പോൾ അലീനയ്ക്ക് അന്നേരമാണ് മനസ്സിലാവുന്നത് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത് തൻ്റെ കാര്യങ്ങൾ അറിഞ്ഞിട്ടാണെന്നും അതാണ് വൈജയന്തി മേഡത്തോട് സാർ ഇങ്ങനെ പെരുമാറണമെന്നുള്ള ആ സത്യം, ആ വലിയൊരു സത്യം അലീന മനസ്സിലാക്കുകയാണ് ആ നിമിഷം. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞില്ല. പാവം ബാലേന്ദ്രൻ അതിനേക്കാളേറെ ഇത്രയും ഒരു കാര്യം സ്വന്തം ചങ്കിൽ ഇത്രയും നാൾ ഒതുക്കി വെച്ച് ആ മനുഷ്യൻ നടന്നതും കൂടെ നമ്മൾ ആലോചിക്കണം. അതിനേക്കാളേറെ മറ്റൊരു വ്യക്തി പോലും അറിയരുതെന്ന് തൻ്റേതായ ഒരു സ്വകാര്യം പോലെ അലീന കരുതിയിരുന്ന ആ സത്യങ്ങൾ ബാലചന്ദ്രൻ സാറ് മനസ്സിലാക്കി എന്നുള്ളത് അറിഞ്ഞപ്പോൾ അലീനയ്ക്ക് സഹിക്കാൻ പറ്റില്ല. വിങ്ങി പൊട്ടിക്കരയാണ് കേട്ടോ. അതൊരു മാസ് സീനാണ്, നമുക്ക് പറയാൻ പറ്റില്ലത്. കാരണം നമ്മൾ അത്ര ഇമോഷനായിട്ടാണ് ആ പെൺകുട്ടി തറയിൽ അത്രയും വിങ്ങി പൊട്ടി, ഹൃദയം പൊട്ടി കരയുന്ന ഒരു സീനാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ബാലേന്ദ്രൻ പറയുന്നു, നിൻ്റെ കരച്ചിൽ നിർത്തി നീ ഇവിടെ ഇരിക്കാൻ പറയും. അങ്ങനെ അലീനേനെ കട്ടിലിൻ്റെ അവിടെ ഇരുത്തും. ബാലേന്ദ്രൻ നേരെ ഇരിക്കും. നിനക്ക് നിൻ്റെ സ്വന്തം അമ്മയും കൂടപ്പിറപ്പുകളെയും അച്ഛനെയും ഉപേക്ഷിച്ച് ഇവിടെ നിന്ന് പോകാൻ പറ്റുമോ? അപ്പം ഇത് ഇനി മറ്റൊരാളും അറിയരുത് എന്നുള്ളതാണ് അലീനയുടെ ആവശ്യം. അപ്പോൾ അലീന കരഞ്ഞുകൊണ്ട് പറയണം, ഇത് ആരോടും സാറേ ഇനിയൊരു പ്രശ്നം, ഇത് മറ്റുള്ളവരറിഞ്ഞാൽ ഇതും അല്ല പ്രശ്നം, അതിനേക്കാളേറെ. കാര്യം മക്കളറിയുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരറിയുമ്പോൾ വൈജ എല്ലാം തകർന്നു പോവും, തരിപ്പണമായി പോവും. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അപ്പോൾ ഈ രഹസ്യങ്ങൾ മറ്റുള്ളവരറിയാണ്ടിരിക്കണമെങ്കിൽ നീ ഇവിടെ നിൽക്കണം. നീ പറയാൻ മറുപടി, നിൻ്റെ മറുപടി അനുസരിച്ചിരിക്കും ഇത്. എൻ്റെ ചങ്ക് പൊട്ടി കലങ്ങി കത്തി നിൽക്കുന്ന അവസ്ഥയിൽ നീ വെള്ളം കോരി ഒന്ന് തണുപ്പിക്കാണ്ട് എല്ലാം ഒറ്റയ്ക്ക് എന്നെ ആക്കിയിട്ട് നീ അങ്ങ് പോയാ. നീ വന്നു, ഈ കുടുംബത്ത് കയറി വന്നു, നിൻ്റെ അമ്മയാണെന്നറിഞ്ഞു, നിൻ്റെ കൂടപ്പിറപ്പുകളാണെന്നെല്ലാം അറിഞ്ഞ് മനസ്സിലാക്കി വന്നിട്ട് പാതി വഴിയിൽ എൻ്റെ ഹൃദയം ഇത്രയും തകർത്ത് വാരിയിട്ട് നീ ഇവിടുന്ന് പടിയിറങ്ങി പോകാമെന്ന് പറയുന്നത് അലീന, അതെനിക്ക് മുട്ട് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അലീനയുടെ അടുത്ത് പറഞ്ഞു, ഇത് നീ ഇറങ്ങുമെങ്കിൽ ഈ കാര്യങ്ങൾ ഈ ലോകം മുഴുവനും അറിയും, പിന്നെ ഈ കുടുംബം
ഇല്ല എന്നത് തന്നെ അലീനയോട് ബാലേന്ദ്രൻ തീർത്തും പറയാണ്. അപ്പോൾ അലീന കരഞ്ഞ് ഏങ്ങലടിച്ച് ഒന്നും പറയണ്ട ഗൈസ്, ആകെ സീനാണ്. അത് കഴിഞ്ഞ് അലീന കരഞ്ഞുകൊണ്ട് പറയുന്നത് നീ ഇവിടെ നിന്ന് പോകില്ല എന്ന് എനിക്ക് ഉറപ്പ് തരണമെന്ന് പറയുന്നത്. അവസാനം അലീന സമ്മതിക്കുകയാണ് ബാലേന്ദ്രൻ്റെ അടുത്ത്, ഞാൻ ഇവിടെ നിന്ന് പോകില്ല എന്ന്. ആര് പറഞ്ഞിരുന്നാലും നീ ഇവിടെ നിന്ന് പോകരുത്, ഞാനാ പറയണത്, ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം, നീ താക്കോല് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു, എന്നിട്ട് ചെന്ന് പറയാൻ പറഞ്ഞു ഞാൻ പോകണില്ല എന്ന്. അലീന അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടി ഇറങ്ങുകയാണ്. ഇറങ്ങി നേരെ താഴെ വന്നപ്പോൾ വൈജയന്തി ഇങ്ങനെ നിൽക്കുകയാണ്. മാഡം എന്തായി, താക്കോല് തന്നോ? അപ്പോൾ കൊടുത്തു. കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്, വിങ്ങി പൊട്ടി കരയാണ് അലീന. അതൊന്നും അവൾ മൈൻഡ് ചെയ്യുന്നില്ല. കരഞ്ഞാൽ എനിക്കെന്താ എന്ന ഭാവത്തിൽ വൈജയന്തി നിൽക്കുകയാണ്. അങ്ങനെ അലീന കരഞ്ഞുകൊണ്ട് വിങ്ങിപ്പോണ്ട് ഈ താക്കോല് കൊടുത്തു. ശരി, ഇനി ബാഗ് എടുത്തോളൂ, ഇറങ്ങിക്കോ പറയുന്നത്. താക്കോൽ ഇവിടെ നിന്നാ മാഡം, പക്ഷെ ഞാൻ പോകുന്നില്ല. വൈജ ഞെട്ടയാണ്. എന്ത് പോകുന്നില്ലെന്നോ? ഞാൻ പോകുന്നില്ല മാഡം എന്ന് പറയുന്നു. ആര് പറഞ്ഞു പോകുന്നില്ലെന്ന്? നീ ഇപ്പം ഈ നിമിഷം ഇവിടെ നിറങ്ങണം, ഇല്ലെങ്കിൽ നിന്നെ കഴുത്തിന് പിടിച്ച് പുറത്താക്കാൻ എനിക്കറിയാടി, ഇല്ലെങ്കിൽ പിന്നെ ഈ വൈജ ആരാടി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട് ആരെന്ത് പറഞ്ഞാലും ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങണ പ്രശ്നമില്ല എന്ന് കരഞ്ഞ് കട്ടയ്ക്ക് തന്നെ അലീന പറയാണ്. ഞാൻ ഇറങ്ങില്ല മാഡം, ഞാൻ ഇറങ്ങില്ല മാഡം, എന്നെ കൊന്നാലും ശരി ഈ വീട്ടിൽ നിന്ന് ബാലചന്ദ്രൻ സാറ് പറഞ്ഞല്ലാണ്ട് ഞാൻ ഇറങ്ങില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ചു എന്ന് പറഞ്ഞ് അലീന പറയാണ്. നിന്നെ ഞാൻ ഇറക്കി കാണിച്ചു തരാടി എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നിന്നെ അടിച്ച് ഞാൻ വെളിയിൽ ഇറക്കൂടി എന്ന് പറഞ്ഞ് അവളെ കഴുത്തി പിടിച്ച് ഇറക്കി വിടാൻ നോക്കണം. അപ്പോഴേക്കും നമ്മുടെ ബാലേന്ദ്രൻ അവിടെ നിന്നിട്ട് നീ ആരെയടി ഇറക്കി വിടണത്, അലീനയോ? നീ ഒന്നും കൂടെ ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ അലീനെ ഇറക്കി വിടാനെന്ന് ചോദിച്ചുകൊണ്ട് ബാലേന്ദ്രൻ അങ്ങോട്ട് ഗർജിച്ചുകൊണ്ട് വന്നു. അപ്പോഴേക്കും വൈജു പറഞ്ഞു എവളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടില്ലെങ്കിൽ എൻ്റെ പേര് നിങ്ങൾ മാറ്റിയിട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളിക്കുകയാണ് വൈജ. അപ്പോൾ പറഞ്ഞാൽ നിൻ്റെ പേര് ഞാൻ നിൻ്റെ തറവാട്ടിലെ പട്ടിക്കിട്ട് കൊടുത്തിട്ടുണ്ടടി എന്ന് പറയുന്നുണ്ട്. കൊല്ലപ്പള്ളി തറവാട്ടിലെ പട്ടിക്കിട്ട് കൊടുക്കുന്ന വൈജ അങ്ങോട്ട് ആകെ ചൂളി നാണം കെട്ട് ആകെ അങ്ങോട്ട് ഇതാവാണ്. ഇനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ വിളിച്ചുകൊണ്ട് വാടി നിൻ്റെ കൊലകൊമ്പ ആങ്ങളേന ആരെയെന്ന് വെച്ചാൽ കൊണ്ടുവാടി, ഞാൻ കാണട്ടെടി ഇവിടെ നിന്ന് അലീന ഇറങ്ങിപ്പോണത്, എനിക്ക് കാണണോടി, ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ എനിക്കത് കാണണമെന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ ഗർജിച്ച് വെല്ലുവിളിക്കുകയാണ് വൈജ രണ്ടും കൽപ്പിച്ച് കാണിച്ചു തരാന്നുള്ള മട്ടിൽ ഫോൺ വിളിക്കുകയാണ്. ആരെ? നമ്മുടെ രാജീവേട്ടനെ വിളിക്കുകയാണ്. അപ്പോൾ കൊല്ലപ്പള്ളിയിലെ നമ്മുടെ കമല രാജീവിനും മനുവിനൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു അവരെല്ലാവരും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ വൈജയുടെ കോള് വരുന്നു. രാജീവ് കോൾ എടുക്കണം. എന്നിട്ട് പറയുന്നുണ്ട് രാജീവേ താക്കോലൊക്കെ കിട്ടി, പക്ഷേ ഇപ്പം അവൾ പോകുന്നില്ല എന്ന്. അപ്പം രാജീവ് വിട്ടു ആര്? അലീനയോ? അവൾ പോവില്ല എന്ന്. ബാലചന്ദ്രൻ പറഞ്ഞാൽ മാത്രമേ അവൾ പോകത്തുള്ളൂ എന്ന്. ബാലേന്ദ്രൻ എന്നെ വെല്ലുവിളിച്ചേക്കാം, നിൻ്റെ ആങ്ങളേനെ കൊലകൊമ്പനെ വിളിച്ചുകൊണ്ട് വാന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളിച്ചേക്കുക. അവസാനം രാജീവ് പറഞ്ഞു നീയേ സമാധാനപ്പെടി, ഞാൻ ദേ വരുന്നു എന്നും പറഞ്ഞ് ഇറങ്ങണം. അപ്പോൾ നമ്മുടെ മനു പറയുന്നുണ്ട് അങ്കിളെ ഞാൻ പോയി സംസാരിക്കാം, അങ്കിളൊന്ന് സമാധാനപ്പെടുക, നീ എൻ്റെ കയ്യിലൊന്ന് നിൽക്കണ കേസല്ല മനു, ഇത് ഞാൻ ഇടപെട്ട് ഞാൻ കാണിച്ചു തരാം, അവൻ്റെ ഇരിപ്പ് ഞാൻ ഇന്നുകൊണ്ട് അങ്ങോട്ട് അടക്കി കൊടുക്കാം, അവൻ ആരാന്നാ വിചാരം എന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ്റെ കുറേ കുറ്റവും പറഞ്ഞുകൊണ്ട് രാജീവ് വണ്ടി എടുത്തുകൊണ്ട് അങ്ങ് ഇറങ്ങിയാണ്. അങ്ങനെ വന്ന് വീട്ടിൽ കയറി കഴിഞ്ഞപ്പോൾ അലീനയെന്ന് വിളിച്ച് ഗർജിച്ചുകൊണ്ടാണ് രാജീവ് വന്നത്. അപ്പോൾ അലീന പുറത്ത് വന്നു. അപ്പോൾ അലീനയുടെ അടുത്ത് വെച്ച് നീ പോകുന്നില്ലെന്ന് ചോദിച്ചു. നിനക്ക് ഞാൻ പറഞ്ഞ സമയം കഴിയാറായില്ലേ, നീ ഇറങ്ങാത്തന്നെന്ന് ചോദിച്ചു. ഞാൻ പോകുന്നില്ല, ബാലേന്ദ്രൻ സാറ് പറഞ്ഞാൽ മാത്രമേ ഞാൻ പോകത്തുള്ളൂ എന്ന് അങ്ങ് കട്ടയ്ക്ക് അങ്ങോട്ട് പറയണം അലീന. അപ്പോൾ വൈജയം അവിടെ നിൽക്കുകയാണ്. നിന്നെ ഇറക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടടി എന്ന് പറഞ്ഞ് അലീനയുടെ കൈ പിടിച്ച് വലിച്ച് ഫ്രണ്ടിലോട്ട് കൊണ്ടുപോകണം. ആ സമയം അലീനയുടെ ആരാടാ അലീനയുടെ കൈ പിടിച്ചേക്കണേ, ആരാടാ ഇറക്കി വിടേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് തോക്ക് കൊടുത്തുകൊണ്ട് നമ്മുടെ ബാലചന്ദ്രൻ ഇറങ്ങി ഇങ്ങ് വരികയാണ്. എൻ്റെ പൊന്നോ, പിന്നെ മാസ് സീനാണ്. ഇറങ്ങി വന്ന് തോക്ക് കൊടുത്തുകൊണ്ട് നേരെ കൊണ്ടുവന്ന് വിടടാ കൈ, അലീനയുടെ കയ്യിൽ നിന്ന് കൈ വിടറാന്നും പറഞ്ഞ് രാജീവിൻ്റെ നേരെ തോക്ക് ചൂണ്ടി നിൽക്കുകയാണ്. അപ്പം പേടിച്ച് രാജീവ് അങ്ങ് കൈ വിടുകയാണ്. കാര്യം തോക്കല്ലേ കൈ ഇരിക്കണത്, എങ്ങാനും പൊട്ടിച്ചാലോ. ഒന്നാമത് ഒരു നോർമൽ കണ്ടീഷൻ അല്ല ബാലേന്ദ്രൻ എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ വൈജയെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്, അലീനയെ ഞെട്ടി നിൽക്കുകയാണ്. എന്നിട്ട് രാജീവിൻ്റെ തൊണ്ടയ്ക്ക് അങ്ങോട്ട് കഴുത്തിന് കൂത്തി അങ്ങോട്ട് പിടിച്ചിട്ട് നിനക്ക് അലീനയെല്ലാം വിടണോടാന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ തള്ള്. ഇത് എൻ്റെ വീടാടാ, ബാലചന്ദ്രൻ്റെ വീടാടാ, നീ ആരാടാ ഇവിടെ വന്നിട്ട് അലീനയെ ഇറക്കി വിടാൻ? ഇവിടെ നിന്ന് ആർക്കെങ്കിലും പറ്റുമെങ്കിൽ അലീനയെ ഇറക്കി വിടണമെന്ന് പറഞ്ഞു. അങ്ങനെ രാജീവിനെ പിടിച്ച് ഒരൊറ്റ തള്ളാട്ടോ. രാജീവ് ചെന്ന് വീണു. അപ്പോഴേക്കും വൈജ ചെന്ന് രാജീവിനെ ഹെൽപ്പ് ചെയ്ത് എണീപ്പിച്ചൊക്കെ നിർത്തണം. എന്നിട്ട് ബാലേന്ദ്രൻ കേൾക്കാൻ വേണ്ടി പറയണേ, ഈ വീട്ടിലെ
നിങ്ങളെക്കാളും സ്ഥാനം ഇനി അലീനയ്ക്കാണ്. ഈ വീട് ഞാൻ അലീനയുടെ പേരിന് എഴുതി വെച്ചൊക്കെയാണ്. അങ്ങനെ ഞാൻ പ്രമാണം ചെയ്യണം. എല്ലാവരും ഞെട്ടിപ്പോണ്. അപ്പം രാജീവൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കെന്താ ഭ്രാന്താണോ? നിൻ്റെ ഭാര്യയും 3 മക്കളും ഇല്ലാണ്ട് എവിടെന്നോ വന്ന് വലിഞ്ഞ് കയറി ഏതോ ഒരു അനാഥയ്ക്കാണോടോ വീട് എഴുതി കൊടുക്കുന്നത്? നിനക്കെന്നെ തലയ്ക്ക് സ്ഥിരതയില്ല. എനിക്ക് തലയ്ക്ക് ഒരു സ്ഥിരത കുറവുമില്ല. ഈ വീട് ഞാൻ അലീനയുടെ പേരിന് എഴുതി കൊടുത്തു. ഈ വീട്ടിലെ അവകാശം അവൾ കഴിഞ്ഞേ ഉള്ളൂ ഇനി മറ്റുള്ളവരെന്ന് പറയാണ്. അപ്പോൾ വൈജയൊക്കെ ഞെട്ടിത്തെറിക്കുകയാണ്. അപ്പോൾ വൈജയൻ ഞെട്ടിത്തെറിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ബാലേന്ദ്രൻ നിങ്ങൾക്ക് എന്ത് പറ്റി? നിങ്ങൾ ബാലേന്ദ്രനാണോ? നിങ്ങൾ എന്തൊക്കെ ഈ കാട്ടി കൂട്ടണേ എന്നുള്ള സീനോട് കൂടിയൊക്കെയാണ് നാളത്തേക്ക് എപ്പിസോഡുകൾ തീരുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ മഴതോലും മുമ്പേ സീരിയൽ ഇനി വരാനിരിക്കുന്ന എപ്പിസോഡെന്നൊക്കെ പറയണ ഗൈസ് ഭയങ്കര സീനാണ് കേട്ടോ. അപ്പോൾ അന്നുള്ള പ്രൊമോ വീഡിയോ നിങ്ങളുടെ മുന്നിൽ കൃത്യമായിട്ട് ഞാൻ എത്തിച്ചിരിക്കും. ഇത് നിങ്ങളുടെ സ്വന്തം സുമി മുഫാസ് ടേസ്റ്റി കിച്ചണിലെ യൂട്യൂബ് ചാനലാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ പ്രൊമോ വീഡിയോ ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻസൊക്കെ ഒന്ന് രേഖപ്പെടുത്തി തരിക. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൊക്കെ ചെയ്യുക കേട്ടോ. അപ്പം വീണ്ടും നമുക്ക് കാണാം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി. ബൈ ബൈ, ടാറ്റാ, ടേക്ക് കെയർ. മുത്തുമണി.